നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. CJP എന്ന് പറയുന്ന പുതിയൊരു സഖ്യം ഉണ്ടാകാൻ പോകുന്നു, ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ആക്രോശങ്ങളും ഒക്കെ നടക്കുകയാണ്. എന്തിനേറെ പറയുന്നു, SFI CPM വിടുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഈ ബിനു ചുള്ളിൽ അടക്കമുള്ളവർ അവിടെയുള്ള CPIയുടെ വിദ്യാഭ്യാസ സംഘടനയൊക്കെ തന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒരു കാരണവശാലും NEP അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കില്ല എന്ന വീരവാദം മുഴക്കിയ പിണറായി വിജയൻ സർക്കാർ വാലും ചുട്ടി അകത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതാദ്യമായല്ല, ഇതിനു മുൻപും ഒരു നല്ല പദ്ധതി വരികയും അതിനെ ആദ്യം എതിർക്കുകയും എന്നാൽ പിന്നീട് അതിന്റെ വക്താക്കളായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ചരിത്രം അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ ഒരു നീക്കം അതും വേണമെങ്കിൽ അവർക്ക് ആദ്യമേ തന്നെ അതിൽ ഒപ്പുവെച്ചിരുന്നെങ്കിൽ അതിന്റെ ആനുകൂല്യങ്ങൾ എത്രയോ പെട്ടെന്ന് കിട്ടി അത് ഇപ്പോൾ കുട്ടികൾ അനുഭവിച്ചു തുടങ്ങുമായിരുന്നു. ഇനി 6 മാസം മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു നീക്കം എന്ന് പറയുന്നത് കേന്ദ്രത്തെ സോപ്പിടാനുള്ള പദ്ധതിയാണ് എന്ന് പറയാൻ സാധിക്കുമോ നമുക്ക്? ശ്രീജ, ഈ പറയുന്നത് പോലെ ഇപ്പൊ ജനം ചോദിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ 2 വർഷം മുന്നേ ഇത് പദ്ധതിക്ക് കൈകൊടുത്തുകൂടാ, ഒപ്പിട്ടുകൂടാ, അന്ന് എന്താണ് ഇത് തോന്നിയില്ലേ, അന്ന് ഇത്തരത്തിലുള്ള ഫണ്ട് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ലേ എന്നുള്ളത് ജനം ചോദിക്കുന്നുണ്ട്. ജനമാണ് ചോദിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ അതിലേക്ക് PM ശ്രീയിലേക്ക് വരുന്നതിന് മുമ്പ് CPM CPI പോരെന്താണെന്നുള്ളത് നോക്കാം. CPI ഒരു പക്ഷേ ഇത്രത്തോളം ആദ്യമായിട്ടായിരിക്കും നാണം കെട്ട് ജനങ്ങളുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടുന്ന ഒരവസ്ഥ ആദ്യമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. CPI എന്ന് പറയുന്ന CPMന്റെ ഒരു പ്രധാന ഘടകകക്ഷിയാണ്. അതിൽ 14 MLA-മാർ 4 മന്ത്രിമാരും ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി തന്നെയാണ്. CPMന്റെ അതേ ആശയങ്ങളും ഒക്കെ അതിനേക്കാൾ ഒരു ചുവട് കൂടി പിന്തുടരുന്ന CPI പാർട്ടിയെ എന്തിനാണ് പട്ടിയുടെ വില പോലും കൽപ്പിക്കാതെ CPM ഇത്തരത്തിൽ ഒരു കൊടും ചതി ചെയ്തത് എന്ന് ഒരു പക്ഷെ പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിക്കുമ്പോൾ CPI അവിടെ നാറുന്ന രംഗമാണ്. ബിനോയ് വിശ്വം ഉൾപ്പെടെ തലകുനിക്കുന്ന ഒരവസരമാണ്. രാത്രിക്ക് രാത്രി ആരും അറിയാതെ എന്തിനാണ് ഈ ഒരു കരാർ ധാരണാപത്രത്തിൽ ശിവൻകുട്ടി ഒപ്പുവെച്ചത്? പിണറായി വിജയന് ഇത്ര വലിയ ചങ്കുറ്റമുണ്ടോ, അതോ ഇരട്ടച്ചങ്ക് തകർന്നു പോയോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്താണ് ഈ ഒരു ഘടകകക്ഷികളെ ഇരുട്ടിൽ തപ്പി മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ഒപ്പുവെക്കാൻ, ഇത്ര പെട്ടെന്ന് ഒപ്പുവെക്കാനുണ്ടായ സാഹചര്യം എന്ത്? പണമാണ് ആവശ്യം, പണത്തിന് മീതെ നയങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ ആശയങ്ങളൊന്നുമില്ല എന്ന് പിണറായി വിജയനും മിനിസ്റ്ററും ഒക്കെ പറയുമ്പോൾ, ശിവൻകുട്ടിയൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറയുന്നു, ഞങ്ങൾക്ക് നയമാണ് വലുത്, ഇപ്പോഴത്തെ ദേശീയ നയം തന്നെയാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആണിക്കല്ലും അടിവേരും ഇളകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ജനം മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഇന്നലെ ശിവൻകുട്ടി മിനിസ്റ്ററുടെ ഒരു പോസ്റ്റ് കൃത്യമായിട്ട് എഴുതി എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതെന്നുള്ള കൃത്യമായിട്ട് എഴുതി, അദ്ദേഹം എഴുതിയതല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റാരോ എഴുതി കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടതായിരിക്കും. അതിന്റെ താഴെ വന്ന കമന്റുകൾ, ഒരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രി എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഘോരഘോരമായിട്ട് ലാൽ സഹാബെ എന്ന് വിളിച്ചുകൊണ്ട് എന്തെല്ലാം പിന്തുണ നൽകിയിരുന്ന ഇന്നലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളും അനുയായികളും ഒരു പക്ഷേ ചീത്ത വിളിക്കുന്ന രംഗങ്ങളാണ് ആ കമന്റ് ബോക്സിൽ മുഴുവനും കണ്ടു. ഒരു വ്യക്തി പോലും അനുകൂലിക്കുന്ന രംഗം കാണുന്നില്ല. എന്നാലും ഇത്രയ്ക്ക് കൊടുംചതി വേണോ എൻ്റെ പൊന്നു സഖാവേ എന്ന് ചോദിക്കുന്ന കമന്റുകളും കാണാനിടയായി. ഇത് പോസ്റ്റ് ഇട്ടവൻ ശരിക്കും കൂടെയുള്ള സംഖ്യ തന്നെയല്ലേ, ഒരു സംഖ്യയായി മാറിയല്ലോ, എന്നാൽ എന്തിനാണ് ഈ ചതി ചെയ്തത് എന്നുള്ള നിരവധി പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആണിക്കല്ല് ഇളകി തുടങ്ങി എന്നുള്ളത്. ഇപ്പോൾ ശിവൻകുട്ടിയൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ട്രോളുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു സംഘിക്കുട്ടി തന്നെ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നു. ഇപ്പോൾ ശിവൻകുട്ടി നേരെ തിരിച്ചു ട്രോളുകയാണ്. എൻ്റെ പേരിലെ കുട്ടി കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷെ ഹാൽ ഇളകിയത് എന്നാണ് ഇപ്പോൾ തിരിച്ചു പറയുന്നത്. അതിനെ തിരിച്ച് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കമന്റ് ഇടുന്നുണ്ട്. അങ്ങനെയല്ല സംഘിക്കുട്ടി ആണ് എന്ന് ഇനി പറയേണ്ട കാര്യമില്ല, ഈ പ്രത്യേകിച്ച് കിടന്ന് മെഴുകണ്ട എന്നൊക്കെ പറയുന്നത്. അതെ, രാഹുലും ഷാഫിയൊക്കെ കിട്ടിയ അവസരം നന്നായിട്ട് മുതലാക്കുന്നുണ്ട്. കൃത്യമായിട്ട് ട്രോളുകളിലൂടെ എഴുതുന്നുണ്ട്. ആ കമന്റ് ബോക്സുകളിൽ നിരവധി പേര് വന്ന് ചോദിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയൊക്കെ വേണോ, ഇത് വിട്ടുകൊടുത്തൂടെ എന്നുള്ളത്. പക്ഷെ ഒരു തരത്തിലും കിട്ടിയ അവസരം മുതലാക്കി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നേറുകയാണ്.
ഒന്ന് ആലോചിക്കുമോ, CPIയിലേക്ക് വരുമ്പോൾ CPI കുറേ നാളുകളായിട്ട് ബിനോയ് വിശ്വത്തിനെതിരെ തന്നെ CPIയിൽ ഉള്ളവർ നിരവധി കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്, വിമർശിക്കുന്നത്. ഒരു കഴിവുള്ള നേതാവല്ല എന്നുള്ള തരത്തിൽ, തങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു നേതാവല്ല, അല്ലെങ്കിൽ CPMനെ നിയന്ത്രിക്കാൻ കഴിവുള്ള നേതാവല്ല എന്നുള്ള തരത്തിൽ വിവിധ വിമർശനങ്ങൾ പണ്ടും വന്നിട്ടുണ്ട്. കൊല്ലത്ത് നടന്ന സമ്മേളനത്തിൽ അത് പരസ്യമായിട്ട് തന്നെ ഒരു പക്ഷേ ജനമത് അവരുടെ അണികൾ തന്നെ പറഞ്ഞിരുന്നു. CPMന്റെ ഒരു B ടീം ആണ് CPI എന്നുള്ളത് കൃത്യമായിട്ട് വെളിച്ചത്ത് അന്ന് വന്നതാണ്. B ടീം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം, എപ്പോഴും പറയുന്നതാണ് CPMന്റെ ഒരു തിരുത്തൽ ശക്തിയാണ് CPI എന്നുള്ളിടത്തു നിന്നാണ് ഒരു B ടീമായി മാറി. അതായത് പിണറായി വിജയൻ എന്തു പറയുന്നു അതിൻ്റെ പുറകെ പോകുന്ന ഒരു പാർട്ടിയായി CPI മാറി എന്ന് അന്ന് കൊല്ലത്ത് നടന്ന സമ്മേളനത്തിൽ ബിനോയ് വിശ്വത്തെ എതിർത്തുകൊണ്ട് ഒരു പക്ഷേ അനുഭാവികൾ പറയുമ്പോൾ അത് ഒരു പക്ഷേ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനെ എത്രമാത്രം ബാധിക്കുമെന്നുള്ളത് അറിയില്ല. ഈ ഒരു കാര്യത്തിൽ വീണ്ടും CPI പിണറായി വിജയൻ്റെ പുറകെ പിണറായി പറയുന്നതിൻ്റെ അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കൂടെയുള്ള നിലവിലുള്ള CPI ഏകദേശം ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ള അണികൾ പോലും കാണില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. കാരണം അതിനോടൊപ്പം തന്നെ ഒരു ക്യാപ്സ്യൂള് അതിപ്പോൾ ശക്തമായി തന്നെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കോപ്പി പേസ്റ്റ് പോലെ എല്ലായിടത്തും കാണാം ഈ ഒരു ക്യാപ്സ്യൂൾ. അതൊന്ന് വായിക്കുകയാണ്. കർണാടക നോക്കുകയാണെങ്കിൽ കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് 2023 മെയ്യിലാണ്. തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് 2023 ഡിസംബറിലാണ്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് 2023 ഡിസംബർ. ഈ സംസ്ഥാനങ്ങളിലെല്ലാം 2022 സെപ്റ്റംബർ അധികാരത്തിൽ ഉണ്ടായിരുന്നത് BJPയോ ഘടകകക്ഷികളോ ആയിരുന്നു. ഈ കാലയളവിലാണ് ഈ സംസ്ഥാനങ്ങൾ എല്ലാം PM ശ്രീയിൽ ഒപ്പുവെക്കുന്നത്. അതായത് ഈ സംസ്ഥാനങ്ങളെല്ലാം 2022 സെപ്റ്റംബർ 7 PM ശ്രീയുടെ ലോഞ്ചിങ് സമയത്ത് തന്നെ PM ശ്രീയുടെ ഭാഗമായവരാണ് എന്നാണ് അർത്ഥം. ഇനി ഇതിൽ പതിയിരിക്കുന്ന വലിയൊരു അപകടം പറയാം. ഈ സംസ്ഥാനങ്ങളിൽ പിന്നീട് കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. പക്ഷേ കോൺഗ്രസിന് ഈ സംസ്ഥാനങ്ങളിൽ PM ശ്രീയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല. ഇതിന്റെ കാരണം ആദ്യം ഒപ്പുവെച്ച MOUവും അത് കരാറുമാണ്. ഇനിയുള്ള ഭാഗം അന്തങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. വിജയനോട് ചോദിക്കണം ഇത് ശരിയാണോ എന്ന്. ഇപ്പോഴും PM ശ്രീയിൽ ഒപ്പുവെക്കാത്ത ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഒറ്റുകാരല്ലാത്ത 2 നട്ടലുള്ള ഭരണാധികാരികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്, തമിഴ്നാടും പശ്ചിമ ബംഗാളും. ഇനി ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും പിണറായി വിജയൻ ഒപ്പുവെച്ച PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ല. അങ്ങനെയാണ് കരാർ. അതായത് ഈ ചെയ്തു വെച്ചതിന്റെ ഫലം ദീർഘകാലം നമ്മൾ അനുഭവിക്കുമെന്ന് സാരം. പിണറായി വിജയൻ ഇല്ലാത്ത കാലവും വിജയന്റെ ചെയ്തുകളുടെ ഫലം മതേതര ജനാധിപത്യ കേരളം അനുഭവിച്ചുകൊണ്ടേയിരിക്കണമെന്ന് സാരം. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സ്റ്റാലിനെ കണ്ടുപഠിക്കേണ്ടുന്ന, സ്റ്റാലിൻ പറയാറുണ്ട് പിണറായി വിജയനെ കണ്ടു, പിണറായി വിജയൻ സ്റ്റാലിനെ കണ്ടുപിടി. അവർ കൃത്യമായിട്ട് ഹൈക്കോടതി ഫയൽ ചെയ്തു. ഹൈക്കോടതിയുടെ ഇതനുസരിച്ച് SSK ഫണ്ട്, അതായത് പിന്നോക്ക സമുദായത്തിന് ഉൾപ്പെടെ കുട്ടികൾക്ക് കിട്ടേണ്ടുന്ന 538 കോടി രൂപ അടുത്ത മാസം കേന്ദ്രം കൊടുക്കേണ്ടിയിരിക്കുന്നു. അവരെന്തുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് കേസ് ഫയൽ ചെയ്തു, അവരത് നടപ്പിലാക്കി, അവർ തിരിച്ചു പിടിച്ചു. അവർക്ക് കിട്ടാനുള്ള ഫണ്ട് അവർ തിരിച്ചു പിടിച്ചു. എന്തുകൊണ്ട് കേരളം ഒരു പക്ഷേ കോടതിയെ നിയമത്തിന് അടുത്തേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് മോദി പറയുന്നതും അല്ലെങ്കിൽ അമിത്ഷാ പറയുന്നതും കേട്ട് അത് നടപ്പിലാക്കി? ഒരിക്കലും കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ഇവരുടെ നട്ടൽ എന്തു പറ്റി പെട്ടെന്ന് വളഞ്ഞു പോയത് എന്ന് ജനം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിനും പശ്ചിമ ബംഗാളും തമിഴ്നാടും പശ്ചിമ ബംഗാളും ഒരുപോലെ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് സംസ്ഥാനങ്ങളും. അതിലെ സ്റ്റാലിന് 538 കോടി രൂപ അവരിപ്പോൾ തിരിച്ച് വാങ്ങിക്കുകയാണ്. കേന്ദ്രത്തിന്റെ ഫണ്ട് മര്യാദയ്ക്ക് തരണം, കാരണം കേന്ദ്ര സർക്കാർ വിഹിതം കൊടുത്തേ പറ്റൂ. അത് PM ശ്രീയിൽ ഒപ്പുവെച്ചാലേ ഞങ്ങൾക്ക് കിട്ടൂ എന്നുള്ള രീതിയിൽ സൗകര്യമില്ല, ഫൈറ്റ് ചെയ്യണം. അതാണ് വേണ്ടുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നേതാക്കൾ ഫൈറ്റ് ചെയ്യാതെ ആദ്യമായിട്ടാണ് അല്ലേ? എന്തോരം സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത പഴയ ചരിത്രങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഒരുപക്ഷെ പിണറായി വിജയൻ അത് ഓർമ്മയുണ്ടല്ലോ, എത്രയോ സമരവീതികൾ പങ്കെടുത്തിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾക്ക് അടിയും തൊഴിയും കിട്ടിയിട്ടുണ്ട്. ആ സമര പോരാട്ടം എവിടെ പോയി? അത് തന്നെയാണ് SFI വിദ്യാർത്ഥികൾ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2017 മന്ത്രിസഭാ യോഗത്തിൽ 4 മന്ത്രിമാർ അന്ന് വിട്ടുനിന്നു. എന്താണ് കാരണം? CPIയിലെ 4 മന്ത്രിമാർ വിട്ടുനിന്നു. എന്താണ് കാരണം? അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്ന NCPയിലെ തോമസ് ചാണ്ടി കായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചു. അതുമായി ബന്ധപ്പെട്ട് CPI പറഞ്ഞു അദ്ദേഹം എത്രയും വേഗം രാജിവെക്കണം, രാജിവെപ്പിക്കില്ല എന്ന് CPM പ്രതിരോധിച്ചു നിന്നു ആദ്യമൊക്കെ. പക്ഷേ പിന്നീട് CPI പറയുന്ന വലയിൽ തന്നെ CPMനെ വന്ന് വീഴേണ്ടി വന്നു. CPI അതുപോലെ തന്നെ പ്രതിരോധിച്ചു. ഇനി രണ്ടാമത് വീണ്ടും ADGP അജിത് കുമാറിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്
അജിത് കുമാറിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് RSS നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ CPIയുടെ സമ്മർദ്ദം അവിടെ ഉണ്ടായി. ADGP ആ ഒരു ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് CPI ആവശ്യപ്പെട്ടു. അവിടുന്ന് മാറ്റേണ്ടി വന്നു. CPM-ന് ഒരു തിരുത്തൽ ശക്തിയായിട്ട് എപ്പോഴും CPI കൂടെയുണ്ട് പല കാര്യങ്ങളും. ഒരു പക്ഷേ CPM ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നുണ്ടെങ്കിൽ CPI മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ആ CPI ആണ് ഇപ്പോൾ ഒരു പക്ഷേ വെറും പുല്ല് വില കൽപ്പിച്ചിപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത്. CPI ഇനി ഏത് തരത്തിൽ തീരുമാനമെടുക്കുമെന്നുള്ളത് അറിയില്ല. ഒരു പക്ഷേ CPI പിണറായി വിജയന്റെ പാതയിൽ ഇനി പോയി കഴിഞ്ഞാൽ കൂടെയുള്ള അണികൾ ആരും തന്നെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് കൃത്യമായിട്ട് ബിനോയ് വിശ്വത്തിന് അറിയാം. അപ്പോൾ എടുക്കുന്ന തീരുമാനം ഇപ്പോൾ ബ്രേക്കിംഗ് ആയിട്ട് വന്ന ഒരു ന്യൂസ് ഞാൻ കണ്ടു. അത് ശരിയാണോ എന്നുള്ളത് അറിയില്ല. PM ശ്രീ പദ്ധതി തൽക്കാലം വിട്ടു നിൽക്കുന്നു. തൽക്കാലം 971 കോടി SSK നൽകുമെന്ന് കേന്ദ്രം പറഞ്ഞത് അത് മാത്രം വാങ്ങിയെടുക്കുന്നു എന്നുള്ളത്. എങ്ങനെയാണ് വിട്ടു നിൽക്കുന്നത്? ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയാം ഇനി വിട്ടു നിൽക്കുക. എങ്ങനെ വിട്ടു നിൽക്കാനാണ്? ഒരു കരാറിൽ ഒപ്പുവെച്ചത് തന്നെയാണ്. ഇതിൽ ഇനി CPI എടുക്കുന്ന തീരുമാനമാണ് ഒരു പക്ഷേ അന്തിമം. കോൺഗ്രസിലേക്ക് വരുന്നുണ്ടോ എന്ന് ചിഞ്ചുറാണിയോട് ഉൾപ്പെടെ ഇന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞങ്ങളത് അത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തിന് അടിമകളായിട്ട് കിടക്കണം ഒരു പാർട്ടിയിൽ? സ്വതന്ത്രമായിട്ട് നിൽക്കൂ. കോൺഗ്രസിൽ വരണം, BJP പോകണമെന്നൊന്നും ഇതിലും നല്ല നിങ്ങൾ BJP പോകുന്നത്. അവർക്ക് ഇതിലും നല്ല അടിത്തറയുണ്ട്, ആണിക്കല്ലുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. NEP വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുവാണ്. 8000 കോടിയാണ് വിവിധ ഇടങ്ങളിലായിട്ട് കിട്ടാനുള്ളത്. PM ശ്രീ ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലെ ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളത് നടപ്പിലാക്കുമ്പോൾ ഇവിടെ നിരവധി RSS അജണ്ടകൾ ഒരുപക്ഷെ PM ശ്രീയിലൂടെ അടിച്ചേൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒറ്റ കാരണങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, RSSന്റെ സങ്കല്പത്തിലുള്ള ദേശീയത ഇവിടെ അടിച്ചേൽപ്പിക്കും ഈ ഒരു പാഠപുസ്തകത്തിലൂടെ. ആദ്യത്തെ ഇവർ ഈ സാങ്കേതിക വിദ്യകൾ മെച്ചപ്പെടുത്തും അല്ലെങ്കിൽ മറ്റത് ഉള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം പാഠ്യപുസ്തകത്തിലെ അതായത് തിരുത്തലുകളാണ് വരുന്നത്. ദേശീയമായിട്ടുള്ള അല്ലെങ്കിൽ BJP അധിഷ്ഠിതമായിട്ടുള്ള പാഠപുസ്തകങ്ങളായിരിക്കും ഒരുപക്ഷെ വരുന്നത്. ഹിന്ദുത്വ ആശയങ്ങളുടെ പ്രചരണം ഉണ്ടാവും. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ഒരുപക്ഷെ ഇതിലൂടെ കയ്യേറുകയാണ് ചെയ്യുന്നത്. പൊതുവിദ്യാലയങ്ങൾ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാവും. അപ്പം ഒരുപക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിൽ മാത്രമാകുമ്പോൾ അതൊരു ഏകാധിപത്യ രീതിയിലോട്ട് പോകും. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഏത് തരത്തിൽ അവർ മോറലി അല്ലെങ്കിൽ അവർ ഏത് തരത്തിൽ വളരണം, ഏത് രാഷ്ട്രീയം തിരഞ്ഞെടുക്കണം എന്നുള്ളത് കേന്ദ്രത്തിന്റെ കൈകളിലേക്കാവും. ജനാധിപത്യ വ്യവസ്ഥിതി മാറും. അപ്പോൾ ഗാന്ധിവധം വേറൊരു തരത്തിൽ എടുത്ത അല്ലെങ്കിൽ ഗാന്ധിവധത്തെ വേറൊരു തരത്തിൽ വിശേഷിപ്പിച്ച ദേശീയത അല്ലെങ്കിൽ ഈ പറയുന്നത് തിരുത്തിയ ഗവൺമെന്റ് ആണ് നമ്മുടെ സംസ്ഥാന സർക്കാരായത്. അന്ന് എന്താണ് പറഞ്ഞേ? ഞങ്ങൾ ഒരു കാലത്ത് നിങ്ങളുടെ അടിമയായിട്ട് നിൽക്കത്തില്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞത്. ഇവിടെ RSSന്റെ കാവ്യവൽക്കരണം ഒരു കാലത്ത് ഞങ്ങളുടെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ശിവൻകുട്ടിയാണ് ഇപ്പോൾ കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇനി PMC പദ്ധതിയെ പറ്റി പറയുമ്പോൾ ഒരു ഭാഗത്ത് നന്മകളാണ്, നല്ലതാണ് എന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് നിരവധി ആശയങ്ങളും നിരവധി ഒരുപക്ഷെ നമുക്ക് സംശയങ്ങളും ഉണ്ടാവും. ഒരുപക്ഷെ രക്ഷകർത്താക്കൾക്ക് പോലും അല്ലേ ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന RSSന്റെ പരിവേഷമില്ലാത്ത അല്ലെങ്കിൽ BJPയുടെ പരിവേഷമില്ലാത്ത നിഷ്പക്ഷമായി നിൽക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന നിരവധി രക്ഷകർത്താക്കൾ കേരളത്തിലുണ്ട്. അവർക്കാണ് ഒരുപക്ഷെ ഇത് ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത്. എങ്ങനെയാണ് പാഠപുസ്തകങ്ങൾ വരുന്നത്, എന്തായിരിക്കും തങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് എന്നുള്ള വലിയ ആശയക്കുഴപ്പം. ഇത് പണ്ട് ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത രീതിയിലായിപ്പോയി ഇപ്പോൾ പിണറായി സർക്കാർ കേന്ദ്ര സർക്കാരിന് ഇട്ടുകൊടുത്തത്. കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം പാഠ്യപദ്ധതി നടപ്പിലാക്കും എന്നുള്ളത് സംസ്ഥാനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതിനെതിരെ സ്റ്റാലിനെ പോലെ ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫൈറ്റ് ചെയ്യൂ. നിങ്ങൾ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടല്ല ഫൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ നിങ്ങളത് ഫൈറ്റ് ചെയ്യണം. പാഠപുസ്തകം ഏത് തരത്തിലാണ് വരുന്നതെന്നുള്ള അറിയില്ല. ഇന്നലെ പല കാര്യങ്ങളും വരുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ പാഠപുസ്തകത്തിൽ ഈ പറയുന്ന ഹിന്ദുത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ ഒരു ഡിബേറ്റിൽ ഞാൻ കണ്ടു. പുഷ്പവിമാനം ആരാ നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ രാവണനാന്ന് പറയേണ്ടുന്ന പാഠപുസ്തകമാണ് വരുന്നതെന്നുണ്ട്. അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. ഈ പറയുന്ന മലയാളികളും മറ്റുള്ള സംസ്ഥാനത്തിലുള്ളവരും മൂളയുള്ളവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ രാജ്യത്തിനെ ഒരു അന്ധവിശ്വാസത്തിലേക്ക് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് വിട്ടുകൊടുക്കാനോ ഒന്നും രാജ്യത്തിലെ ജനം സമ്മതിക്കത്തില്ല. പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പം നല്ല സജീവമായിട്ട് തന്നെയുണ്ട്. അപ്പം അത്തരത്തിൽ
വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഇതിലേക്ക് തിരികെ കയറ്റിയ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇത് CPM-ന് കിട്ടുന്ന ഒരു അടിയാണ്. വേടൻ്റെ പാട്ടുകളും അല്ലെങ്കിൽ ഈ പറയുന്ന പലരുടെ പാട്ടുകളും തിരികെ കയറ്റുമ്പോൾ കോളേജ് വിദ്യാഭ്യാസ ഘട്ടത്തിൽ തിരികെ കയറ്റാൻ നിയമിച്ചപ്പോൾ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ എന്തുവായിരുന്നു അതേസമയം എതിർത്ത ABVP പറഞ്ഞു വേണ്ട, ആവശ്യമില്ലാത്തത് തിരികെ കയറ്റരുത്. ഇത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ അജണ്ടകൾ തിരികെ കയറ്റുന്ന ഒരു സന്ദർഭമാണ്. അതായത് ഓരോ സർക്കാരും സംസ്ഥാനത്താണെങ്കിലും കേന്ദ്രത്തിനാണെങ്കിലും വരുമ്പോൾ അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ മതം അല്ലെങ്കിൽ അവരുടേതായ ചിന്താഗതി ആശയങ്ങൾ തിരികെ കയറ്റുന്നിടത്താണ് കുഞ്ഞുങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. നിഷ്പക്ഷമായിട്ട് യഥാർത്ഥ ചരിത്രം പഠിക്കേണ്ടുന്ന കുട്ടികൾക്കാണ് ഇപ്പോൾ തെറ്റുപറ്റുന്നത്. ഏതായാലും ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അതൊന്നും വരാതിരിക്കട്ടെ. ഇനി PM ശ്രീയെ പറ്റി പറഞ്ഞാൽ 14,500 സ്കൂളുകളിലാണ് ഇപ്പോൾ PM ശ്രീ നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൽ ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകൾ വീതം എന്നാണ് PM ശ്രീയിൽ പറയുന്നത്. 1.13 കോടി രൂപയാണ് ഓരോ സ്കൂളിനും അനുവദിക്കുന്നത്. 22 മുതൽ 27 കാലഘട്ടത്തിലാണ് ഈ PM ശ്രീ. ഇപ്പം തന്നെ 3 വർഷം കഴിഞ്ഞുപോയി. ഇനി എത്ര വർഷത്തെ തുകയാണ് കിട്ടുന്നതെന്നും കൂടി ആലോചിക്കണം. കോടാനുകോടി രൂപ കിട്ടുമെന്നുള്ള ശിവൻകുട്ടിയുടെ ഈ തെറ്റായ പ്രചരണം അത് ഒരു പക്ഷേ തെറ്റ് തന്നെ. വെറും 500-400 കോടി കിട്ടിയാലായി കിട്ടുമെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഈ ശരിക്കും കിട്ടേണ്ട SSKയുടെ സർവശിക്ഷ അഭിയാൻ്റെ ആ ഒരു ഫണ്ട് മാത്രം, SSKയുടെ ഫണ്ട് മാത്രമാണ് കിട്ടേണ്ടിയിരിക്കുന്നത്. അത് വാങ്ങിച്ചെടുക്കാനുള്ള മാർഗമുണ്ട്. കോടതി പോയാൽ മതി, വാങ്ങിച്ചെടുക്കും. സ്റ്റാലിൻ വാങ്ങിയെടുത്തല്ലോ, കോടതി പോയാൽ മതി. അത് വാങ്ങിയെടുക്കാതെ മറ്റേതും കൂടെ ഒപ്പിട്ട് കൊടുത്തിട്ട് 500 കോടിയും കൂടെ എന്നാൽ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതി. ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കിയില്ലെങ്കിൽ മറ്റേ ലൈഫ് ലൈൻ പദ്ധതിയോ ലൈഫ് മിഷൻ പദ്ധതിയോ പോലെ ഒന്നുമല്ല. മോദി ഇങ്ങ് എത്തും, തച്ചോടെ മുച്ചൂടെ എടുക്കും. കേജ്രിവാളൊക്കെ കിടക്കുന്ന കണ്ടല്ലോ, ഒന്നും 1 രൂപ പോലും വേറൊരിടത്ത് വെട്ടിക്കാൻ പറ്റത്തില്ല. വിദ്യാഭ്യാസത്തിൽ തന്നെയാണെങ്കിൽ കുട്ടികളുടെ കാര്യത്തിന് തന്നെ കൊടുത്തേ പറ്റത്തുള്ളൂ. അത് കാണിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഓഡിറ്റിംഗ് ഉണ്ട്. വീണ ജോർജ് എന്തുകൊണ്ടാണ് ഇടയ്ക്ക് കിടന്ന് ബബ്ബപ്പെ അടിച്ചത്? കൃത്യമായിട്ട് ഓഡിറ്റിംഗ് കൊടുക്കാതിരുന്ന കേന്ദ്ര ഫണ്ട് കിട്ടത്തില്ല. മറ്റേ ആയുഷ്മാൻ മറ്റേ എന്തുവായിരുന്നു പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, ആയുഷ്മാൻ ഭാരത്. അതെ, ആ രീതിയിൽ ബോർഡൊക്കെ വെച്ചിട്ട് അവസാനം ഫണ്ട് എടുത്ത് തിരിച്ചു മറിച്ച് അവസാനം കൃത്യമായിട്ട് ഓഡിറ്റിംഗ് ഇല്ല, കൃത്യമായിട്ട് അവർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ല, അവസാനം ഫണ്ടും ഇല്ല. ഇത് തന്നെയായിരിക്കും ഇവിടെയും വരാൻ പോകുന്നത്. അവരുടെ രീതി അനുസരിച്ച് തന്നെ സ്കൂളുകൾ മുമ്പോട്ട് പോകേണ്ടി വരും. ഇന്നലെ ശിവൻകുട്ടി പറയുന്നു, ഇന്നലെ ഗോവിന്ദ മാഷ് പറയുന്നു, അവർ വരട്ടെ, ഫണ്ടൊക്കെ തരട്ടെ, ഞങ്ങൾ ധാരണാപത്രത്തിൽ ഒപ്പിട്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും പാഠപുസ്തകം പഠിപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പഠിപ്പിക്കും കേന്ദ്രം. അതാണ് ഒരു എഗ്രിമെൻറ്റ് നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യതിചലിക്കുക എന്ന് പറയുന്ന എന്തൊരു മന്ദബുദ്ധികളാണ് സത്യം നമ്മുടെ സംസ്ഥാന സർക്കാർ ഭരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് ശ്രീജയ്ക്ക് ഞാൻ എൻ്റെ വീട് എഴുതി തരുന്നു, നമ്മൾ എഗ്രിമെൻറ്റ് എഴുതി രജിസ്റ്റർ ചെയ്തു, അത് സർട്ടിഫൈ ചെയ്തതിന് ശേഷം ഞാൻ പറയും സൗകര്യമില്ല എൻ്റെ വീട് തരാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി തരൂല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, 5 വർഷം 27,360 കോടിയാണ് PM ശ്രീ പദ്ധതിയുമായി കിട്ടുന്നത്. അതിൽ 18,128 കോടി കേന്ദ്രം തരും. ബാക്കി ഓരോ സംസ്ഥാനങ്ങളാണ് ഇത് നോക്കേണ്ടുന്നത്. നിലവിൽ ഒരു കേന്ദ്രീയ വിദ്യാലയം, നവോദയ പോലുള്ള സ്ഥാപനങ്ങളാണ്, അതായത് 12,079 സ്കൂളുകളിലാണ് ഇപ്പോൾ PM ശ്രീ പദ്ധതി ഉള്ളത്. ഇതിൽ കേരളം, പശ്ചിമ ബംഗാളും തമിഴ്നാടുമാണ് ഇതുവരെ ഒപ്പിടാഞ്ഞത്. ഇപ്പോൾ കേരളം മുട്ടുമടക്കി ഒപ്പിട്ടു. തമിഴ്നാടും പശ്ചിമ ബംഗാളും ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. 60-40 ആ ഒരു ശരാശരി ഇതനുസരിച്ച്, അതായത് 60% കേന്ദ്രം കൊടുത്താൽ 40% സംസ്ഥാനം കൊടുക്കണം എന്നുള്ള രീതിയിലാണ്. ഇത് നോക്കിക്കോളൂ, തമിഴ്നാട് ഈ പറയുന്നതോളം RTA നിയമപ്രകാരം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. 538 കോടി സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടുന്ന 538 കോടി രൂപ ഇപ്പോൾ വാങ്ങിയെടുത്തിട്ടുണ്ട്. കോടതി വിധി പറഞ്ഞു കൊടുക്കണമെന്നുള്ളത്. എന്തായാലും അത് ഉടനെ തന്നെ കേന്ദ്രം കൊടുത്തേ പറ്റത്തുള്ളൂ. ഇതുപോലെ സ്റ്റാലിനെ പോലെ ഇപ്പോഴും കോടതി മറ്റേതിന് കേസ് നടക്കുക, കേന്ദ്ര വിഹിതം എഡ്യൂക്കേഷന് വേണ്ടിയുള്ള കേന്ദ്ര വിഹിതം നൽകണമെന്നുള്ളത്. അങ്ങനെ ഫൈറ്റ് ചെയ്യണം. ഇതിൽ നിരവധി പ്രശ്നങ്ങളാണ്. ഇപ്പം നോക്കിക്കോ, ഇതിനകത്ത് സ്കൂളിൻ്റെ ഒരു ഘടനയിൽ തന്നെ മാറ്റം വരും. 3-ാം വയസ്സ് മുതൽ വേണം സ്കൂൾ കാലഘട്ടം തുടങ്ങുന്നത്. അതായത് ആദ്യത്തെ ഘട്ടം 2-ാം ക്ലാസ് മുതലാണ്. രണ്ടാമത്തെ ഘട്ടം വരുന്ന 3-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ. അടുത്ത 3-ാമത്തെ ഘട്ടം 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ. അടുത്ത 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ്. ഇങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു കേന്ദ്ര വിദ്യാഭ്യാസ നയം അനുസരിച്ച് വരുന്നത്. അപ്പോൾ NEP-യുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും ചേരില്ല എന്ന് പറഞ്ഞെടുത്താണ് NEP-യെ ഇങ്ങനെ സ്വാഗതം ചെയ്ത് ഇത് ചെയ്യുന്നത്. മാത്രമല്ല ഇനിയിപ്പോൾ ഇവർ ഈ കേന്ദ്ര എപ്പോഴും നമ്മൾ ബഡ്ജറ്റ് വെക്കും, വിദ്യാഭ്യാസ വകുപ്പിന് ഇത്ര, ആരോഗ്യ വകുപ്പിന് ഇത്ര, അതിത്ര ഇത്ര, ഒന്നും നടക്കില്ല. 6% GDP-യുടെ ചെലവഴിക്കണം എന്ന് പറഞ്ഞെടുത്ത്
ഏതെങ്കിലും ഒന്ന് 2% നമ്മുടെ കേരള സർക്കാർ ചെലവഴിച്ച് കാണിച്ച് ഓഡിറ്റിംഗ് പാസ്സാക്കിയിട്ട് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചെടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പോൾ പല കാര്യങ്ങളും എന്തുകൊണ്ടാണ്? കേന്ദ്ര വിഹിതമുണ്ട്, പക്ഷേ ഇത് കൃത്യമായിട്ട് അത് എഴുതി ഓഡിറ്റിംഗ് ചെയ്ത് കേന്ദ്രത്തിന് കൊടുത്താൽ കേന്ദ്രം കിട്ടും. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും പാകപ്പിഴകൾ വന്നേ? കൃത്യമായിട്ട് ഓഡിറ്റിംഗ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ വിഹിതം കിട്ടും. ഇതൊന്നും കിട്ടാ. വയനാട്ടിൽ എന്തുകൊണ്ടാണ് ഇപ്പം കിടന്ന് ബബ്ബ അടിക്കുന്നത്? അതായത് അവർക്ക് കൃത്യമായിട്ട് കൊടുത്താലേ അവർ കിട്ടത്തുള്ളൂ. അല്ലാതെ ചെലവും പരവും കണക്കും ഇല്ലാതെ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നുള്ള ആപ്പേ ഊപ്പേ കണക്കുകൾ എഴുതി കൊടുത്താലേ അത് കേന്ദ്രം ഇവിടെ വെട്ടി വിഴുങ്ങിയിട്ട് അവിടെ കണക്ക് കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ അവർ തരൂല. ഒരു പ്രസ്ഥാനം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഓഡിറ്റിങ് കണക്കുകളും ഇല്ലാതെ ഇരുന്നാൽ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? നടക്കില്ല. നമുക്ക് ലോൺ കിട്ടും. ലോൺ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പ്രസ്ഥാനം നന്നായിട്ട്, ആ ഒരു സ്ഥാപനം നന്നായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇത് തന്നെയാണ് ഓരോ സംസ്ഥാനങ്ങളും മറ്റുള്ള സംസ്ഥാനങ്ങളും കൃത്യമായിട്ടുള്ള ഇത് കൊടുക്കുന്നു. ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് നടക്കുന്നില്ല, കണക്കുകൾ കേന്ദ്രത്തിൽ കൊടുക്കുന്നില്ല. ഇപ്പോഴാവശ്യമുള്ളപ്പം കൊണ്ടുവന്ന് എന്തെങ്കിലും കൊടുക്കും, കുറച്ച് വാങ്ങിക്കും, പിന്നെയും കടന്ന് അയ്യോ ഞങ്ങൾക്ക് കേന്ദ്രം തരുന്നില്ല കൃത്യമായിട്ടുള്ള കാര്യം കൊടുത്താൽ കേന്ദ്രം തരാതിരിക്കുക, അന്ന് നിയമപരമായിട്ട് പോവാം. ഇനി നീക്കം തന്നെയാണ് അന്ന് ഈ നമ്മുടെ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോഴും സംഭവിച്ചത്. നിങ്ങൾ കൃത്യമായൊരു ഡേറ്റ് തരും, ഞങ്ങൾ അതിനനുസരിച്ചുള്ള വയനാട് സംഭവം ഇതാണ്. കേന്ദ്രം കൊടുക്കാൻ തയ്യാറാണ്. കേന്ദ്രം എന്ത് പറയുന്നു അത് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അതിനുള്ള ഡോക്യുമെന്റ്സ് കാണിക്കാൻ, ഡോക്യുമെന്റ്സ് മാത്രമല്ല, ആ പ്രോപ്പർട്ടി എടുത്തതിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കുക. ഇവര് ഈ പറയുന്നോണം അവിടെ ഒരു ടൗൺഷിപ്പ് വരുമെന്നാ പറയുന്നത്. അതിനൊരു പ്ലാൻ ഉണ്ടോ? നിങ്ങളത് ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് നിങ്ങളത് ഡിസൈൻ ചെയ്യിപ്പിച്ചോ? അതിൻ്റെ ബഡ്ജറ്റ് ഉണ്ടോ? ഓരോരോ ടൗൺഷിപ്പ് ആകുമ്പോൾ ഹോസ്പിറ്റൽ വരും, സ്കൂൾ വരും, ഇതെല്ലാം കൂടെ ചേർന്ന് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കോൺട്രാക്റ്റ് ഉണ്ടോ? ആർക്കെങ്കിലും നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും ഇതുണ്ടോ? ഇതൊന്നുമില്ലാതെ പൈസ തരൂ, എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കാം. 800 കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. എവിടെ പോയി? എന്താണ് നിർമ്മിച്ചത്? കുറച്ച് വീടുകൾ എത്ര 1200 സ്ക്വയർ ഫീറ്റോ 1800 സ്ക്വയർ ഫീറ്റോ ഉള്ള സാധാ കുറച്ച് വീടുകൾ നിർമ്മിക്കുന്നു എന്നല്ലാതെ ടൗൺഷിപ്പിന്റെ എന്താണ് അവിടെ തുടങ്ങുന്നത്? വീടുകളെങ്കിലും നിർമ്മിച്ചു കൊടുത്തില്ലെങ്കിൽ ആകെ പിണറായി വിജയൻ വെട്ടിലാകും. കാരണം വയനാട് ദുരന്തം പോലെ ഒരു ദുരന്തം ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിലേ പ്രശ്നം വരുമെന്ന് കരുതിയാണ് ഇല്ല പറഞ്ഞോ കോൺട്രാക്ടറെ ഇട്ട് ഒരാളെങ്കിലായിരിക്കും വിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിപ്പോൾ നമ്മൾ ഈ ഒരു PM ശ്രീയിലേക്ക് വരുവാണെങ്കിൽ CPIക്ക് കിട്ടിയ ഒരു വല്ലാത്ത ഒരു വൃത്തികെട്ട ഒരു പണിയാണ് CPM കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്താണ്, എവിടെയാണ് പാളിച്ചയെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ജനം. അമിത്ഷായെ കണ്ട്, മോദിയെ കണ്ടിട്ട് വന്നപ്പോഴത്തേന് പിണറായി വിജയൻ ഇത് എന്ത് പറ്റി? എന്ത് രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇവർക്കുണ്ടായത്? നമുക്കറിയാം, പലപ്പോഴും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മന്ത്രി എന്ന് പറയുന്നത് ശിവൻകുട്ടി മിനിസ്റ്ററെ പറ്റി പറയുകയാണെങ്കിൽ മിനിസ്റ്റർക്ക് ഭയങ്കര ആത്മാർത്ഥത കൂടുതലാണ്. ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ ചങ്ക് വരെ എടുത്ത് പറിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് മിനിസ്റ്റർക്ക്. അത് പണ്ട് കാലം മുതലേ. ശരിക്കും അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ പറയുന്നോണം വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യനൊന്നുമല്ല. അദ്ദേഹം LLBയും ഡിഗ്രിയൊക്കെ കഴിഞ്ഞ മനുഷ്യനാണ്. പക്ഷേ ഇപ്പം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മറവി, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, കൈകളൊക്കെ വിറയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ ചില മന്ദബുദ്ധിത്തരങ്ങൾ കാണിക്കുന്നു എന്നുള്ളത് അറിഞ്ഞോ അറിയാതെ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒക്കെ കാരണമൊക്കെ ആയിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മിനിസ്റ്ററാണ്. ഒരു പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അദ്ദേഹത്തിന് വലിയ അഴിമതി, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു മിനിസ്റ്റർ തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ഒരു മനോഭാവമാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ പാളിച്ച വന്നിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ പറ്റി പറഞ്ഞാൽ, നമ്മൾ ഈ ഇടയ്ക്ക് പോലും നിയമസഭ കൂടിയപ്പം കണ്ടതാണ്, മുഖ്യമന്ത്രിയുടെ നേരെ പ്രതിപക്ഷം വന്നപ്പോഴത്തേന് വയ്യാത്ത അദ്ദേഹം പോയി നിവർന്ന് നെഞ്ചു വിരിച്ച് നിൽക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയാണ്. അപ്പം അത്രയേറെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചങ്കും എടുത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ അതിലാണ് ഇപ്പോൾ മിനിസ്റ്റർ വീണിട്ടിരിക്കുന്നത്. പിണറായി വിജയന് ചങ്കെടുത്ത് കൊടുത്തതിൻ്റെ ഫലമായിരിക്കാം, പിണറായി വിജയൻ പറയുന്നതിൻ്റെ അനുസരിച്ച് നിന്നതിൻ്റെ ഫലമായിരിക്കാം ഗോവിന്ദൻ മാഷ് ബബബ ഗ രീതി കാക്ക കിളി അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു രാജാവ് പറയുന്നതിനനുസരിച്ച് ദാസന്മാർ നിൽക്കേണ്ടുന്ന ഒരു മനോഭാവം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ മന്ത്രിമാർക്ക് ഉണ്ടാവുന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ ജനം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം
എന്തായാലും അതെ, നമ്മൾ ചർച്ച കൂടി പോയിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും CPI നാണം കെട്ടി ഇനി തിങ്കളാഴ്ച അറിയാം CPIയുടെ തീരുമാനം എന്താണെന്നുള്ളത്. പിന്നെ ഈ പറയുന്നോണം ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ RSSന്റെ അജണ്ടകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ജനം ഇത് എങ്ങനെ എതിർക്കുമെന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ പാഠപുസ്തകങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് കുട്ടികളെ വലിച്ചിറക്കിക്കൊണ്ടുവരുന്ന രക്ഷകർത്താക്കളെ ഒരുപക്ഷെ ഇതേ പാർട്ടി തന്നെ കാണേണ്ടി വരും. ഇത് മാത്രമല്ല, ഇത് അനുഭവിക്കുന്നത് അടുത്ത തവണ ഇവർ തന്നെ അല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആയിരിക്കും അനുഭവിക്കാൻ പോകുന്നത് ഇതെല്ലാം. കാരണം അന്നേരം ഇവർ തന്നെ ചോദിക്കും, കണ്ടോ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത്, കേന്ദ്രത്തിന്റെ അടിമകളായിട്ട് നിൽക്കുന്നത് ഇവർ തന്നെ ചോദിക്കും, ഇതേ പാർട്ടി. കാരണം ഇവർ മറന്നു പോകുന്ന ഒരു സ്വഭാവം ഇവർക്കൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും ഈ പറയുന്നത് പോലെ ധാരണാപത്രത്തിൽ വെച്ചു ഇനി എങ്ങനെ അതിൽ നിന്ന് പിന്മാറണമെന്നുള്ളത് കൂടി ആലോചിക്കുക. കാരണം CPI വെറുപ്പിച്ചുകൊണ്ട് CPMനെ നിൽക്കാൻ പറ്റത്തില്ല, ജനത്തെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം വരും തലമുറയ്ക്ക് നല്ലതാണോ ചീത്തതാണോ എന്ന് നോക്കിയതിന് ശേഷം നടപ്പിലാക്കുക. അല്ലെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന് ഇത് മാത്രം അടിച്ചേൽപ്പിക്കാതിരിക്കുക. നല്ലൊരു നാളേക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് നിൽക്കുക. അതായത് CPIയുടെ കാര്യം എന്താണെന്നുള്ളത് നമുക്കിനി കണ്ടറിയാം. എന്തായാലും എന്തൊക്കെ നേടിയെടുത്താലും സ്വന്തം സ്വത്വത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള നേട്ടം അതത്ര എത്ര കാലം നിലനിൽക്കും എന്നൊരു ചോദ്യം ബൈബിൾ വചനമുണ്ട്. എന്തായാലും ആവർത്തിക്കുകയാണ്, ഇത് ആലോചിക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. അടുത്ത ചർച്ചയെ കാണാം. നമസ്കാരം.